ഡിയർ ഫ്രണ്ട്സ്, ക്രിസ്മസ് ഇങ്ങ് വന്നെത്തി. ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ? എല്ലാവർക്കും അറിയാം, കേക്കും വൈനുമാണ്. എന്നാൽ ഓണം സ്പെഷ്യലോ? വിഭവസമൃദ്ധമായ സദ്യയും പാലട പ്രഥമനും. ഈ പാലട പ്രഥമൻ ഉണ്ടാക്കുന്നത് വളരെ വലിയൊരു പ്രോസസ്സാണ്. അട വേവിക്കുക തുടങ്ങി കുറേ നേരമെടുക്കും. അപ്പോഴെല്ലാം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ വെർമിസെല്ലി വെച്ചിട്ട് നമുക്ക് ഒരു പ്രഥമൻ ഉണ്ടാക്കിയാലോ. ശരിക്കും ഒരു അടപ്രഥമൻ തന്നെയാണ്, പക്ഷേ അരി അടയ്ക്ക് പകരം വെർമിസെല്ലി. ഇത് ഞാൻ അമ്മയോട് എപ്പോഴും പറയും. അമ്മ പറയും അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയും. പക്ഷെ എന്തായാലും ഇന്ന് ഞാൻ സധൈര്യം എൻ്റെ തന്നിഷ്ട പായസം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടു. അതിനായിട്ട് വെർമിസെല്ലി ഞാൻ ചെറിയ അളവിൽ മുറിച്ചെടുത്ത് നെയ്യിൽ വഴറ്റിയെടുത്തു. പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. ഇങ്ങനെ ഓരോന്ന് ഉദാഹരണത്തിന് ഈ വെർമിസെല്ലി വറുത്തെടുക്കുന്നു, പിന്നെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, ഇതെല്ലാം ഇങ്ങനെ വേറെ വറുത്തെടുക്കുന്നതിന് പകരം ഞാനിത് എളുപ്പം ചെയ്യാനാണ്, ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്തായാലും മറ്റൊരടുപ്പിൽ ഞാൻ ചൗവരിക്ക് വെള്ളം വെച്ച് ചൗവരി വേവിക്കാൻ വെച്ചു. എന്നിട്ട് ഈ നെയ്യ് വഴറ്റിയ അതിനകത്തേക്ക് തന്നെ കിസ്മിസ് കഴുകിയിട്ട് അതും അതിൽ വഴറ്റി എടുത്തു. അപ്പോൾ ആ പണി ഞാൻ കഴിഞ്ഞല്ലോ. പിന്നെ വേറൊരു ശരീരത്തിൽ വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ശർക്കര പാനി ഉണ്ടാക്കാനായിട്ട് വെച്ചു. അത് തിളച്ചിനി പാനി റെഡിയാവണം. ഇതെല്ലാം എൻ്റെ ഓരോ പരീക്ഷണങ്ങളാണ് കേട്ടോ. ഇതൊന്നും വളരെ സിസ്റ്റമാറ്റിക് അല്ല. എനിക്ക് അന്നേരം തോന്നുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ശരിയാവുമോ എന്നുള്ള ഭയമൊക്കെ ഉണ്ട്, എന്നാലും ഒരു ധൈര്യത്തിനങ്ങ് ഇറങ്ങി. അങ്ങനെ എന്തായാലും ശർക്കര പാനി അതലിഞ്ഞ് വരുന്നുണ്ട്. ചൗവരി അവിടെ വെന്തു, പാനി റെഡിയായി. ഇതിന് പരുവമൊന്നും നോക്കാറില്ല, മധുരത്തിനുള്ള നല്ല ശർക്കര പൊടി ആയതുകൊണ്ട് അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തെളിച്ചെടുത്താൽ മതി. ഇനി നമ്മളവിടെ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലിയിൽ ഈ ശർക്കര പാനി ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചു. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതിലേക്ക് തന്നെ നമ്മുടെ ചൗവരി വേവിച്ചത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ അതും റെഡി. ഇത് രണ്ടും കൂടെ നന്നായിട്ട് കിടന്ന് തിളച്ച് വേവണം. ഒന്നാമത് വറുത്ത വെർമിസെല്ലി ആയതുകൊണ്ട് നന്നായി വേവണം. സമയം ചിലവാക്കാനില്ലാത്തതുകൊണ്ട് പാലും എടുത്തൊഴിച്ച് കൊടുത്തു. പാല് കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഞാൻ എളുപ്പപ്പണി ആയതുകൊണ്ട് നമ്മുടെ പശുവിൻ പാൽ തന്നെയാണ് ചേർത്തത്. അപ്പോഴൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു, ഇത് പിരിഞ്ഞു പോകുമെന്ന്. എന്തായാലും നോക്കട്ടെ എന്ന് കരുതി മുന്നോട്ട് പോയി. അത് തിളച്ച് വന്നു, തിളയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ നെയ്യ് ചേർത്തത് കൊണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നി. എന്തായാലും സധൈര്യം മുന്നോട്ട് പോയി. എന്തായാലും പകുതി വെച്ച് ഇത് ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. അവസാനം വരെ നോക്കാമെന്ന് തന്നെ കരുതി അങ്ങനെ പാചകം തുടർന്നു. ചെറുതീയിൽ അത് തിളച്ച് നന്നായിട്ട് വേവണമല്ലോ, വേവിച്ചുകൊണ്ടേയിരുന്നു. നന്നായി ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതെ. അത് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. കുറച്ച് ഏലക്ക പൊടിച്ച് അതും ചേർത്തു. സത്യത്തിൽ എൻ്റെ കയ്യിൽ നട്ട്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ ബദാം ചേർക്കണം, അതും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് മുന്തിരി മാത്രം ചേർത്തുള്ള പ്രഥമനാണ്. വെർമിസെല്ലി പ്രഥമൻ എന്ന് പേരിടാം നമുക്ക്. ഇത് എൻ്റെ തന്നിഷ്ട പ്രഥമനുമാണ്. അത് നന്നായിട്ട് വെന്ത് വെള്ളം വറ്റിപ്പോയി, കുഴഞ്ഞു പോയി. പിന്നെ ആവശ്യത്തിന് പിന്നെയും പാലൊഴിച്ച് ഇളക്കി ഒന്നും കൂടെ തിളച്ച് എടുത്തു. അടിക്ക് പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം.
ഈ അലുമിനിയം പാത്രവും സ്റ്റീൽ സ്പൂണൊക്കെ ആകുമ്പം അത് വളരെ സൂക്ഷിച്ച് ഇളക്കണം. ഞാനിങ്ങനെ തന്നെയാണ് ചെയ്തത്, സൂക്ഷിച്ച്. പാല് കുറവെന്ന് തോന്നി, കുറച്ചുകൂടെ പാലൊഴിച്ചു. പായസം ഏതാണ്ട് റെഡിയായെന്ന് തോന്നുന്നു. രുചിച്ച് നോക്കുമ്പോൾ അറിയാം ഇതിൻ്റെ കുഴപ്പങ്ങൾ. എന്തായാലും ആ 2 കപ്പിലേക്ക് പകർന്നു. പ്രാർത്ഥനയോടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് ഒരു ഫെയിലിയറായി പോവല്ലേ എന്ന്. ഇതിനിടയിൽ ഞങ്ങൾ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ചുള്ളി വിറവൊക്കെ കിട്ടുമ്പോൾ, ചെടികളൊക്കെ മരങ്ങളൊക്കെ മുറിച്ചെടുക്കുമ്പോൾ കുറേ വിറക് കിട്ടും. അപ്പോൾ അതെല്ലാം കൂട്ടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു രസം പുറത്ത് അടുപ്പ് കൂട്ടി, നമ്മുടെ പൊങ്കാല അടുപ്പ് പോലെ അടുപ്പ് കൂട്ടി ചോറ് പുറത്ത് വയ്ക്കും മൺകലത്തിൽ. അത് ഭയങ്കര ഒരു ഹരമാണ്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കുള്ള ചോറിൻ്റെ അരി മൺകലത്തിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുപ്പ് കെട്ടുപോയാൽ വലിയ പാടാണ്. അപ്പം ഞാൻ ഇത് കുഴലെടുത്ത് ഊതിയിട്ട് നമ്മുടെ പ്രാണായാമം പോലെയാണ്. നല്ലവണ്ണം ഊതി പേപ്പർ കത്തിച്ച് വെക്കുകയില്ല. ഊതി അടുപ്പ് കത്തിക്കും. ഏതായാലും അരി വേവായി തുടങ്ങിയെന്ന് തോന്നുന്നു. പൊങ്കാലയ്ക്ക് നമ്മളിങ്ങനെ അരി വേവ് നോക്കാറില്ല, പക്ഷെ ചോറിനാകുമ്പോൾ ഒന്ന് വെന്തോന്ന് നോക്കും. എന്തായാലും വെന്ത് അടച്ചിടാൻ സമയമായി. അപ്പോൾ അതൊന്ന് നോക്കിയതിന് ശേഷം ഇവിടെ കുറച്ച് ചുള്ളിക്കമ്പ് അടുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ എടുത്ത് വെച്ചിരിക്കുന്നതാണ് അടുപ്പ് കത്തിക്കാനായിട്ട്. ഇത് തീരുന്നവരെ പുറത്ത് പാചകം. ഇതിനിടയിൽ ഒരു കാര്യം പറ്റി. ഇതിന് മധുരം വളരെ കുറവായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ ശർക്കര പാനി ചേർത്തിട്ട് ഈ പായസം ഒന്നും കൂടെ സെറ്റാക്കി എടുത്തു. ചെറിയ രീതിയിലൊരു ക്രിസ്മസ് ട്രീ ഞാൻ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറേ ഡെക്കറേഷൻ ഐറ്റംസ്, ബോൾസ്, ബെൽസ്. ക്രിസ്മസ് പപ്പയെ വാങ്ങിച്ചില്ല, പകരം ഈ ക്യൂട്ട് ഡോളിനെയാണ് വെച്ചത്. മിന്നി നിൽപ്പൂ താരകൾ വിണ്ണിൽ തെളിഞ്ഞു കാൺമു സ്വർലോകം മഹേശ്വരാ നിൻ സുദിനം കാണാൻ കഴിഞ്ഞു. വളരെ വ്യത്യസ്തമായി ആരും ചെയ്യാത്ത രീതിയിൽ സൗഭാഗ്യം ഞാനൊരു പരീക്ഷണം ചെയ്തതാണ്. ഇതിൻ്റെ തന്നിഷ്ട പായസം എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. അടയ്ക്ക് പകരം വെർമിസലി കൊണ്ട് ഒരു പ്രഥമൻ. ഇത് ഈ ക്രിസ്മസിൻ്റെ സ്പെഷ്യലാണ്. അതെ, 25/12/25 കേക്കും വൈനും പുറമേയുള്ള സ്പെഷ്യൽ വെർമിസലി പ്രഥമൻ. നിങ്ങൾക്ക് എൻ്റെ ഈ പരീക്ഷണം ഇഷ്ടമായെങ്കിൽ, നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാറുണ്ടോ? കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.